ശബരിമലയിലെ സ്വർണം പൂശിയ പാളികൾ അനുമതി കൂടാതെ ഇളക്കിയെടുത്തത് അനുചിതമെന്ന് കോടതി. സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടിൽ വിശദീകരണം നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചു. ദേവസ്വം ബെഞ്ചിന്റെ അനുമതി വാങ്ങുന്നതിന് മതിയായ സമയമുണ്ടായിരുന്നു. എന്നിട്ടും അനുമതി വാങ്ങാതെ ഇപ്രകാരം ചെയ്തത് ശരിയല്ലെന്ന് കോടതി വാക്കാൽ നിരീക്ഷിച്ചു. ശബരിമലയിലെ എല്ലാ അറ്റകുറ്റപ്പണികൾക്കും മുമ്പായി ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ അനുമതി വാങ്ങണമെന്ന നിർദ്ദേശം പാലിക്കാതെയാണ് സ്വർണ്ണപ്പാളികൾ അറ്റകുറ്റപ്പണികൾക്കായി ചെന്നൈയിലേക്ക് കൊണ്ടുപോയതെന്നാണ് ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ജസ്റ്റിസ് ആർ ജയകൃഷ്ണൻ ഹൈക്കോടതിക്ക് നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നത്. ഈ റിപ്പോർട്ടിലാണ് ദേവസ്വം ബെഞ്ച് നിലപാട് വ്യക്തമാക്കിയത്. ദേവസ്വം ബെഞ്ചിന്റെ അനുമതി വാങ്ങുന്നതിന് മതിയായ സമയമുണ്ടായിരുന്നു. എന്നിട്ടും അനുമതി വാങ്ങാതെ ഇപ്രകാരം ചെയ്തത് ശരിയായില്ലെന്നാണ് കോടതി വാക്കാൽ നിരീക്ഷിച്ചത്. ഇക്കാര്യത്തിൽ ദേവസ്വം ബോർഡ് വിശദീകരണം നൽകണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. അടുത്ത ദിവസം ദേവസ്വം ബെഞ്ച് കേസ് വീണ്ടും പരിഗണിക്കും. തന്ത്രിയുടെയും ദേവസ്വം ബോർഡിന്റെയും അനുമതിയോടെയാണ് പാളികൾ കൊണ്ടുപോയതെന്നാണ് ദേവസ്വം വിശദീകരണം. ഞായറാഴ്ച രാത്രി 8:30 ശേഷമാണ് പാളികൾ ഇളക്കിയത്. ഇവ നിർമ്മിച്ച് സമർപ്പിച്ച സ്ഥാപനത്തിലേക്കാണ് കൊണ്ടുപോയത്. തിരുവാഭരണം കമ്മീഷണർ, ശബരിമല അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എന്നിവർ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ സുരക്ഷിത വാഹനത്തിലാണ് പാളികൾ കൊണ്ടുപോയതെന്ന് ദേവസ്വം ബോർഡ് അറിയിച്ചു. സെപ്റ്റംബർ 19-ന് അറ്റകുറ്റപ്പണികൾക്ക് ശേഷം തിരികെ എത്തിക്കും. ശബരിമല ശ്രീകോവിലടക്കമുള്ള പ്രധാന ഇടങ്ങളിലെ അറ്റകുറ്റപ്പണി സന്നിധാനത്ത് വെച്ച് നടത്തുന്നതിന് തടസ്സമില്ല. വലിയ ചെലവുള്ളവയാണെങ്കിൽ ഹൈക്കോടതിയെ അറിയിക്കണമെന്നായിരുന്നു കോടതിയുടെ നേരത്തെയുള്ള നിർദ്ദേശം. ഇത് പാലിച്ചില്ലെന്നാണ് കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നത്. ശ്രീകോവിൽ വാതിലിൻ്റെ ഇരുവശത്തുമുള്ള ദ്വാരപാലക ശില്പങ്ങൾ കരിങ്കല്ലുകൊണ്ടാണ്. 1998-ൽ വ്യവസായി വിജയ് മല്യ ശ്രീകോവിലിൻ്റെ മേൽക്കൂരയും വശങ്ങളും സ്വർണം പൂശിയിരുന്നു. അപ്പോൾ ദ്വാരപാലകന്മാരുടെ ശില്പങ്ങളിൽ ഒന്നും ചെയ്തില്ല. പിന്നീടാണ് ചെന്നൈയിലെ സ്ഥാപനം ഇവ വഴിപാടായി സ്വർണം പൂശിയത്. വലിയ തിരക്കിനിടെ ഭക്തർ ഭണ്ഡാരത്തിലേക്ക് എറിയുന്ന നാണയങ്ങൾ ദ്വാരപാലക ശില്പങ്ങളിൽ വീഴാറുണ്ട്. അങ്ങനെയാണ് പാളികൾ പലയിടത്തും ചുളുങ്ങിയത്. ചില ഭാഗം പൊട്ടി സ്വർണത്തിൻ്റെ നിറം മങ്ങുകയും ചെയ്തു. ദ്വാരപാലകരുടെയും സോപാനപ്പടികളുടെയും വാതിലുകളുടെയും അറ്റകുറ്റപ്പണി നടത്തണമെന്ന് 2023-ൽ താന്ത്രിക നിർദ്ദേശമുണ്ടായിരുന്നെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വ്യക്തമാക്കി. വാതിലുകൾ നിർമ്മിച്ചു. ദ്വാരപാലക പാളികളിലെ കേരളും നിറമങ്ങലും മാറ്റാനാണ് ചെന്നൈക്ക് കൊണ്ടുപോയതെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തും വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട.